ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ ഇന്നത്തെ നമുക്ക് പുതിയ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ട് നോക്കിയാലോ. അടിപൊളിയായിട്ടുള്ള ഒരു ട്വിസ്റ്റ് എപ്പിസോഡാണ് കേട്ടോ. നമ്മുടെ ഭൂമിയുടെ ജീവന് ഒക്കെ നമ്മുടെ കമാല് ഇന്നത്തെ രാത്രിയാണ് വില വരുത്തിയിരിക്കുന്നത്. കാരണം ഭവാനിയുടെ ഓർഡർ അങ്ങനെയാണ്, ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ ഭൂമിയെ കൊലപ്പെടുത്തിയിരിക്കണം എന്നുള്ളതാണ് ഭവാനി കമാലിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അപ്പോ നമ്മുടെ ഭവാനിയും മകളും ഏതോ ഒരു ദൂര സ്ഥലത്താണല്ലോ. അങ്ങനെ നമ്മുടെ അജയുടെ അടുത്ത് ചെന്ന് നമ്മുടെ അഞ്ജനെ വിവാഹം കഴിക്കാം എന്ന വാഗ്ദാനം കൊടുത്ത് കൊണ്ടുവരാൻ അജയ് തന്നെ ചെല്ലണം എന്നാണ് അഞ്ജനയും ഭവാനിയും പറഞ്ഞു വിട്ടേക്കുന്നത്. അതനുസരിച്ച് നമ്മുടെ സംഗീതയും മാധവരും അതുപോലെ അനുപമയും തിരിച്ചെത്തേണ്. അങ്ങനെ മുത്തശ്ശി പറഞ്ഞു അജയിനെ എത്രയും പെട്ടെന്ന് വിളിച്ചു വരുത്തിയിട്ട് അവരെ ഇപ്പൊ തന്നെ പോയി കൊണ്ടുവരാനായിട്ട് നമ്മുടെ സൗഭാഗ്യ മുത്തശ്ശി ഓർഡർ കൊടുത്തിട്ടാണ് മേളിൽ പോയിരിക്കുന്നത്. കാരണം എങ്കിൽ മാത്രമേ താൻ ഇനി മരുന്നോ ഭക്ഷണോ ഒക്കെ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കാൻ കേട്ടോ. അപ്പൊ ആകെ ഒരു ഇത് അങ്ങനെ നമ്മുടെ അജയ് വീട്ടിലെത്തേണ്. സംഗീത പെട്ടെന്ന് വിളിച്ചു വരുത്തി, മോനെ നീ വേഗം വരണം, ഇന്നതുപോലെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു. അങ്ങനെ അജയ് വന്നു. അമ്മ എന്തറിഞ്ഞിട്ട് ഈ പറയണ, ഞാൻ അവളുടെ അടുത്ത് ചെന്നിട്ട് അവളെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം കൊടുക്കാനോ? എനിക്ക് പറ്റില്ല. ഞാൻ അവളെ അങ്ങനെ ആ രീതിയിൽ കണ്ടിട്ടില്ല. മോനെ അതെന്തെങ്കിലും ആവട്ടെ, നീ എങ്ങനെയെങ്കിലും അവരെ ഇങ്ങ് കൊണ്ടുപോവാ, ഇല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് എന്ത് സമാധാനം നമ്മൾ പറയാം. അജയ് പറഞ്ഞു എനിക്കിതൊന്നും അറിയണ്ട, അമ്മ എന്തെങ്കിലും ചെയ്യ, എനിക്ക് പറ്റില്ല അവളെ വിവാഹം കഴിക്കാൻ. അപ്പോഴേക്കും നമ്മുടെ അനുപമ അജയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇതിൽ എന്തോ ചതിയുണ്ട് ഏട്ടാ. കാര്യം ഇത്രയും ദൂരെ ഇവര് ഭവാനി ആന്റി അഞ്ജനയും പോയി താമസിക്കുന്നതിന്റെ ഒക്കെ പിന്നില് ഒരു ദുരൂഹത മണക്കല്ലേ. അപ്പോഴേക്ക് സംഗീത പറഞ്ഞു, ദേ നിന്റെ CBI അന്വേഷണം ഒന്നും ഇവിടെ വേണ്ട കേട്ടോ, മിണ്ടാതിരിക്കുന്നു പറഞ്ഞു. മോനെ അജയ് നീ പറയുന്ന ഒന്ന് കേക്ക്. അപ്പോഴേക്കും നമ്മുടെ സംഗീത പറഞ്ഞു, അവരുടെ കോലം കണ്ണ് ഇവിടെ ഇത്രയും നല്ല രീതിയിൽ ജീവിച്ചിട്ട് മോനെ ഒരു കുഞ്ഞു മാടം പോലെയുള്ള ഒരു വീട്ടില് അയ്യോ നിൽക്കുന്ന കോലം. അപ്പോഴേക്കും അനുഭവം പറഞ്ഞു, ഓ അത് ഭയങ്കര കഷ്ടം തന്നെ, മനുഷ്യർക്ക് ഇങ്ങനെ മാറാൻ പറ്റുമോ? അഞ്ജനയുടെയൊക്കെ ആ അവസ്ഥ കണ്ട ശരിക്കും പാവം തോന്നട്ടോ. അങ്ങനെ അജയ് പിന്നെ ഒന്നും മിണ്ടാണ്ട് നേരെ റൂമിലോട്ട് പോവുകയാണ്. അപ്പോഴേക്കും അതിന്റെ പിന്നാലെ നമ്മുടെ അനുപമയും പോവുകയാണ് കേട്ടോ. അനുപമ ചെന്നിട്ട് പറഞ്ഞു, എന്തായാലും ഏട്ടാ അവരെ പോയി കൂട്ടിക്കൊണ്ടുപോവാ, കാരണം എത്രയാണെങ്കിലും ആരും ഇല്ലാണ്ട് ഇത്രയും ദൂരെ ഇവിടെ നല്ല രീതിയിൽ കഴിഞ്ഞിട്ട് അവിടെ പോയി നിക്കാന്ന് പറയണ ഒരു ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ നമ്മുടെ മാധവനും പറയുന്നുണ്ട്, മോനെ അവളെയും കൂടെ വീടല്ലേ ഇത്, ആരും ഇല്ല എന്നുള്ളൊരു തോന്നല് വേണ്ട, നീ പോയി കൊണ്ടുപോവാ, ഒന്നുമില്ലെങ്കിലും നിന്റെ മുറപ്പെണ്ണല്ലേ അവള്, അതുകൊണ്ട് നീ പോയിട്ട് വാ, ഇല്ലെങ്കിൽ അമ്മ ഇനി ഇവിടെ സ്വസ്ഥത തരില്ല, അമ്മ ഒരു മരുന്നോ ആഹാരമോ ഒന്നും കഴിക്കാനും സാധ്യത ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ അനുപമ നമ്മുടെ അജയുടെ അടുത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, പിന്നുണ്ടല്ലോ ഏട്ടാ എന്തൊക്കെയോ ദുരൂഹത ഉണ്ട് ഭവാനി ആന്റിയുടെ സംസാരത്തിൽ തന്നെ മനസ്സിലാവും. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അജയ് അനുപമയുടെ അടുത്ത് ചോദിക്കുക. അല്ല ആന്റി ചോദിച്ചായിരുന്നു ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക്, ഭൂമിജ എങ്ങാനും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ, ഭൂമി എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ. അപ്പൊ അജയ് പെട്ടെന്ന് ചോദിച്ചു അതെന്താ അങ്ങനെ ചോദിച്ചത്? അപ്പൊ അനുഭവം പറഞ്ഞു അതറിയില്ല, ഇനിയിപ്പോ ചിലപ്പോ ഭൂമി എങ്ങാനും ഏട്ടൻ കല്യാണം കഴിക്കുമെന്ന് പേടിച്ച് ചോദിച്ചതായിരിക്കാം. പക്ഷെ ഭൂമി വന്നതും പോയതും ഒക്കെ ഭവാനി ആന്റി ചോദിക്കുന്നുണ്ട്, ഇവിടെ വന്നിരുന്നോ, എന്തെങ്കിലും നമ്മളുടെ അടുത്ത് പറഞ്ഞോ എന്നൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പൊ അത് കൊണ്ടായിരിക്കാം ഇനി ഭൂമി എങ്ങനെ ഏട്ടൻ കല്യാണം കഴിച്ചാലോ എന്നുള്ള ഒരു പേടി കൊണ്ടായിരിക്കാം. എന്നിട്ട് അനുപമ അങ്ങ് പോവേണ് കേട്ടോ. ഇത് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അജയ്ക്ക് ചില സംശയങ്ങളൊക്കെ പറയുന്നു. കാരണം ഇന്നത്തെ ദിവസം നമ്മുടെ ഭൂമിയുടെ അടുത്ത് ദേഷ്യപ്പെട്ടു. ഭൂമി ചില തെളിവുകളോടുകൂടി ചില കാര്യങ്ങൾ അജയുടെ അടുത്ത് പറഞ്ഞായിരുന്നു. പക്ഷെ അജയ്ക്ക് അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. കാരണം അജയ് സ്നേഹിക്കുന്ന ഒരാളാണ്, അതായത് അജയുടെ വീട്ടില് സൗഭാഗ്യപുരത്തുള്ള ഒരാളാണ് എൻ്റെ അച്ഛന്റെ കൊലയാളി എന്നുള്ളത് ഭൂമി പറഞ്ഞത് അജയ്ക്ക് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അപ്പൊ ആ കാര്യങ്ങളൊക്കെ അജയ് ഇങ്ങനെ ഭൂമി പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്തുകൊണ്ടായിരിക്കും ഭൂമി അങ്ങനെ പറഞ്ഞത്? ഭവാനി ആന്റിയുടെ പിന്നില് അഞ്ജനയുടെ പിന്നിലൊക്കെ എന്തൊക്കെയോ ഒരു ദുരൂഹത മണക്കുന്നുണ്ടല്ലോ. എന്താണ് ഇവർക്ക് എന്തെങ്കിലും കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും ഈ കുടുംബത്തെ മറയ്ക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള പല കാര്യങ്ങളും അജയുടെ മനസ്സിൽ ഇങ്ങനെ വരണം കേട്ടോ. അപ്പൊ ഇതേ സമയം നമ്മുടെ ഭൂമി അമ്പലത്തിലോട്ട് ദീപാരാധന തൊഴാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ സമയം നമ്മുടെ കമാല് ഭൂമിയെ പിന്തുടർന്ന് പോവുകയാണ്. കാരണം ഇന്ന് രാത്രി തന്നെ നമ്മുടെ ഭൂമിയെ കൊലപ്പെടുത്തണം എന്നുള്ളതാണ് ഭവാനിയുടെ ഓർഡർ. കാരണം ഭൂമി ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ഭവാനിയുടെയും മോളുടെയും ജീവന് വളരെയേറെ ആപത്താണ്. അതുകൊണ്ട്
എത്രയും പെട്ടെന്ന് കമാലിന്റെ അടുത്ത് നമ്മുടെ ഭൂമിയെ കൊലപ്പെടുത്താനായിട്ട് പറയണ. അങ്ങനെ ഭൂമി ദീപാരാധനയ്ക്കായിട്ട് പോവുകയാണ്. അപ്പൊ ഭൂമിയെ പിന്തുടർന്ന് കമാലിനും പോവുകയാണ്. പക്ഷെ ഇതൊന്നും ഭൂമി അറിയുന്നില്ല കേട്ടോ. അങ്ങനെ ഒരാൾ തന്റെ പുറകിലുണ്ടെന്നോ അങ്ങനെയൊന്നും തോന്നില്ല. ഭൂമി ഒരു സങ്കടമൊക്കെ മനസ്സിൽ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നതുകൊണ്ടും ഒക്കെ മനസ്സിനൊരു സമാധാനം കിട്ടാനായിട്ട് പോവുകയാണ്. അപ്പൊ ഇതേ സമയം നമ്മുടെ സത്യദാസും അമ്പലത്തിൽ പോവാറുണ്ട്. പോയി ദീപാരാധനയൊക്കെ ഇങ്ങനെ തൊഴുതും ഒക്കെ ചെയ്യാറുണ്ട്. തന്റെ ഭാര്യയും മകളെയും എത്രയും പെട്ടെന്ന് കണ്ടെത്തി തരണേ എന്നൊക്കെയുള്ള ഒരു ഇതില് നമ്മുടെ സത്യദാസും പോവുകയാണ്. അങ്ങനെ ഭൂമി അമ്പലത്തിൽ പോയി തൊഴുത് തിരിച്ചു വരെയാണ് കേട്ടോ. തിരിച്ചു വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ കമാല് ഒരു മുഖം മൂടിയൊക്കെ ഇട്ടിട്ട് ഭൂമിയെ ഒരു കത്തിയായിട്ട് ആക്രമിക്കാനായിട്ട് പോവാൻ കേട്ടോ. ഭൂമി കുറച്ച് കരട്ടയും കാര്യങ്ങളും ഇതൊക്കെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് കുറച്ചൊക്കെ ഭൂമി എങ്ങനെയൊക്കെയോ വഴുതി മാറി. പക്ഷെ കമാൽ എങ്കിലും ഒരു കത്തി ഇങ്ങനെ കഴുത്തിൽ വെച്ച് ഭൂമിയെ കൊല്ലാനായിട്ട് പറഞ്ഞതും സത്യദാസ് ഈ ഒരു രംഗം കാണുന്നുണ്ട്. സത്യദാസ് അവിടെ നിന്ന് ഓടിക്കിതച്ച് പറയണേ, എടാ ആരാടാ നീ, എന്റെ മോൾ എന്താടാ കൊലപ്പെടുത്താൻ നോക്കുന്നു എന്നും പറഞ്ഞിട്ട് സത്യദാസ് അങ്ങോട്ട് കയറി വന്ന് ഒരൊറ്റ ചവിട്ട് കൊടുക്കുകയാണ്. കമാൽ അങ്ങ് തെറിച്ച് വീഴാണ് കേട്ടോ. അവസാനം കമാലും സത്യദാസും തമ്മിൽ നല്ല പൊരിഞ്ഞ സ്റ്റണ്ടാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നല്ലോ സത്യദാസ്. സത്യദാസിന്റെ ആ ഒരു പ്രകടനം ഭയങ്കര തന്നെയായിരുന്നു. അങ്ങനെ കമാലിനെ ഇടിച്ചു വരുത്തുന്നുണ്ട്. കമാലും തിരിച്ച് നന്നായിട്ട് ഇടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും അടിയാണ്. പക്ഷെ ഇത് ആരാണെന്നോ എന്താണെന്നോ സത്യദാസിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം മുഖം മൂടി ധരിച്ചൊക്കെയാണോ. അപ്പൊ ഭൂമിക്ക് പെട്ടെന്ന് ഇത് ആരാണെന്ന് മനസ്സിലാവും. ഭൂമിക്ക് ഒരു കാര്യം ഉറപ്പാണ്, എന്റെ അച്ഛനെ കൊലപ്പെടുത്തി ആരോ ഒരാളാണ് ഇത് എന്നുള്ളത് ഭൂമിക്ക് മനസ്സിലാവേണ്ട. ഭൂമി പേടിച്ച് വിറച്ച് പെട്ടെന്ന് നിൽക്കാൻ കേട്ടോ. കാരണം ഭൂമിക്ക് വിശ്വസിക്കാനാവണില്ല തന്റെ കൺമുന്നിൽ ഇത് എന്താണെന്ന്. കാരണം ഭയങ്കരമായിട്ടുള്ള സ്റ്റണ്ട് നടക്കുകയാണ്. ഈ സമയത്ത് കമാല് പെട്ടെന്ന് സത്യദാസിനെ കത്തിയായിട്ട് നേരെ ഇങ്ങനെ കുത്താനായിട്ട് പോണതും ഭൂമി അവിടെ കിടന്ന ഒരു വലിയൊരു തടിക്കഷ്ണം എടുത്തിട്ട് കമാലിന്റെ തലക്കിട്ട് ഒരൊറ്റ അടിയും കൊടുക്കണം. ഒന്നും നോക്കിയില്ല, ഒറ്റ അടി കൊടുക്കണം. കമാലിന്റെ തല ഇങ്ങനെ കറങ്ങി പോകും പോലെ തോന്നിട്ടോ. പക്ഷെ കമാലിന് അവിടെ നിന്നാ പറ്റില്ല. കമാലിനറിയാം തന്റെ ജീവൻ പിന്നെ രക്ഷിക്കാനാവില്ല. കമാല് നേരെ ബൈക്ക് മാറ്റി ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു. ആ ബൈക്കിലോട്ട് പെട്ടെന്ന് തന്നെ തല പൊത്തി പിടിച്ചിട്ട് ആ ബൈക്കിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ആ സമയത്ത് നമ്മുടെ സത്യദാസ് ഭൂമിയുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. കാരണം ഭൂമിയുടെ എവിടെയൊക്കെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ മുറിവ് പറ്റിയിട്ടുണ്ട്. അങ്ങനെ സത്യദാസ് ചെന്നിട്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല സാറേ, എനിക്ക് കുഴപ്പമില്ല. ഇല്ല, മോക്ക് എന്തെങ്കിലും പറ്റിയോ, വന്നേ, മോൾ ഇനി ഇവിടെ നിൽക്കണ്ട, വീട്ടിലോട്ട് പോകാം. ഏയ് കുഴപ്പമില്ല, ഞാനും വീട്ടിൽ പോയിക്കോളാം. വേണ്ട, ഇനി വീട്ടിൽ പോയി മോള് നിൽക്കണ്ട, എന്തൊക്കെയോ ദുരൂഹത നിന്റെ പിന്നിലുണ്ട്, ഇതിന്റെ പിന്നിൽ നിന്നെ ആരോ കൊലപ്പെടുത്താൻ വന്നു, എന്റെ അച്ഛനെ കൊലപ്പെടുത്തിയവരായിരിക്കും സാർ ഇതിന്റെ പിന്നിലും എന്ന് ഭൂമി പറഞ്ഞു. അപ്പൊ സത്യദാസ് പറഞ്ഞു, വേണ്ട, ഇന്ന് നീ വീട്ടിൽ പോയാൽ പറ്റില്ല മോളെ, ഇനി അപകടം വരും, നീ എന്റെ കൂടെ പോരെന്നും പറഞ്ഞ് സത്യദാസ് നിർബന്ധിച്ച് ഭൂമിയെ വീട്ടിലോട്ട് കൊണ്ടുപോകണം. അങ്ങനെ മഴയൊക്കെ നനഞ്ഞ ആകെ ചെളിയൊക്കെ ആയിട്ട് ഭൂമിയുടെ കൈയൊക്കെ ഒന്ന് രണ്ട് സ്ഥലത്ത് തൊലിയൊക്കെ പൊട്ടി, അങ്ങനെ ആകെ ബുദ്ധിമുട്ടായി. അങ്ങനെ സത്യദാസ് നേരെ ഭൂമിയെ കൊണ്ടുപോകുന്നത് സത്യദാസിന്റെ ഭാര്യയുടെ ഡ്രസ്സൊക്കെ വെച്ചിരിക്കുന്ന അതേ സ്ഥലത്താണ്, ആ റൂമിലാണ് കേട്ടോ. എന്നിട്ട് പറയും, ഇവിടെ എന്റെ ഭാര്യയുടെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, മോക്ക് പാകമാവണത് ഏതാന്ന് വെച്ചാൽ എടുത്തിട്ടോളാൻ പറയാം. അങ്ങനെ ഭൂമിക്ക് അവിടെ കിട്ടുന്ന ഒരു സാരിയും ബ്ലൗസൊക്കെ ഉണ്ട്. അങ്ങനെ ഭൂമി ആ നനഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റി ആ ഡ്രസ്സൊക്കെ ഇട്ട് താഴോട്ട് വരും കേട്ടോ. അപ്പൊ സത്യദാസ് പെട്ടെന്ന് അന്തം വിടുന്നു. തന്റെ ഭാര്യ വർഷങ്ങൾക്ക് ശേഷം തന്റെ മുന്നിൽ നിൽക്കുന്ന പോലെ, തന്റെ മകള്, അങ്ങനെ പല ചിന്തകളും നമ്മുടെ സത്യദാസിന്റെ കണ്ണിൽ വരെയാണ് കേട്ടോ. ഇത് തന്റെ മകളാണോ തന്റെ ഭാര്യയാണോ അങ്ങനത്തെയൊക്കെ ഒരു മൈൻഡാണ്. എന്ത് പറയും, ഞാൻ സാറിന് നല്ലൊരു ചായ ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിക്കും. അപ്പൊ സത്യദാസ് പറയും, ആയിക്കോട്ടെ മോളെ എന്ന് പറയും. അങ്ങനെ ഭൂമി നല്ലൊരു ചായയൊക്കെ ഉണ്ടാക്കി സാറിന് കൊടുക്കുകയാണ്. എന്നിട്ട് സത്യം പിന്നെ വന്ന് ഭൂമിയെ നോക്കുമ്പോൾ റൂമിൽ കാണില്ല കേട്ടോ. അപ്പൊ ഇതെവിടെ പോയി എന്ന് പറഞ്ഞ് സത്യദാസ് അവിടെയൊക്കെ തിരക്കി നടക്കുമ്പോൾ ഭൂമി വെളിയിൽ വെറുതെ ഇങ്ങനെ ഇതൊക്കെ ആലോചിച്ച്, ഇത് ആരാണ് തന്റെ പിന്നിൽ ഇങ്ങനെ തന്നെ കൊലപ്പെടുത്താൻ വന്നത്, ആരാണ്, ആ ഒരു പേടിയും ആ ഒരു ഇതും അതിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് ഇങ്ങനെ നിൽക്കണ. അപ്പൊ സത്യം നോക്കുമ്പോ തന്റെ മോള് അവിടെ നിൽക്കുന്ന പോലെയാണ് സത്യദാസിന് തോന്നുക. അപ്പൂ എന്നും പറഞ്ഞുകൊണ്ട് സത്യദാസ് ഓടി ചെല്ലാണ് കേട്ടോ. അപ്പം ഭൂമി പെട്ടെന്ന് തിരിഞ്ഞിട്ട് പറയാം, അയ്യോ ഞാൻ അപ്പു അല്ല സാറേ, ഞാൻ ഭൂമിയാ. അതെ, എനിക്ക് എന്റെ മകളെ പോലെ തോന്നി മോളെ. അതെ, നീ എന്തിനാണ് സങ്കടപ്പെട്ടൊക്കെ ഇവിടെ നിൽക്കുന്നത്, മോൾ അകത്ത് വാ, പോയി കിടക്ക് എന്നൊക്കെ പറയണേ. കുഴപ്പമില്ല, എന്റെ മനസ്സിൽ പല ചിന്തകളും വരുന്നുണ്ട് സാർ, ആരൊക്കെയോ എന്തൊക്കെയോ. എനിക്ക് മരണം ഒരു പേടിയല്ല, പക്ഷെ എങ്കിലും എന്റെ അമ്മയെ പുറത്തിറക്കണം. എന്റെ അമ്മ ഒരു തെറ്റും ചെയ്യാത്ത ആളാണ്, എന്റെ അമ്മ എനിക്ക് എങ്ങനെയാണെങ്കിലും പുറത്ത് കൊണ്ടുവരണം. അപ്പൊ സത്യദാസ് പറയും, മോള് അതിനുവേണ്ടി സങ്കടപ്പെടണ്ട, മോളുടെ എന്ത് കേസിനും സാറ് കൂടെ ഉണ്ടാവും.
അതുകൊണ്ട് മോള് സങ്കടപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഭൂമിയുടെ അടുത്ത് പോയി കിടക്കാനൊക്കെ പറയണേ. ഇതേ സമയം നമ്മുടെ കമാല് വിളിച്ചിട്ട് ഭവാനിയുടെ അടുത്ത് നടന്ന കാര്യങ്ങളൊക്കെ പറയണേ. അവളെ എനിക്ക് കൈ കിട്ടി, ഞാൻ കത്തി വെച്ച് അവളെ കൊന്നനെ. പക്ഷെ ആ സമയം ആ സത്യദാസ് അവിടെ കടന്നു വരിക, അവളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്ക് ഭവാനിക്ക് അടിയേറ്റ് കണക്ക്, താൻ എന്താണോ കാട്ടിയത്, അവളെ എങ്ങനെയാണെങ്കിലും ഇന്ന് രാത്രിക്ക് വക വരുത്തേണ്ടതല്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ഭവാനി കമാലിന് വഴക്ക് പറയണം കേട്ടോ. മാഡം, എന്റെ കൈ കിട്ടിയതായിരുന്നു, പക്ഷെ ബൈ ചാൻസ് എന്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. എന്താ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ഭവാനിക്ക് അത് കേട്ടപ്പോ തന്നെ ഭയങ്കര ഒരു ഇതായി പോകാനട്ടോ. കാരണം എന്ത് ചെയ്യും, കാരണം ഇന്നൊരു രാത്രി കാരണം അവൾ ഇനി ഇരിക്കുന്ന ഓരോ മിനിറ്റും എൻ്റെ മോളുടെയും ജീവൻ ആപത്താണ് എന്നുള്ളത് ഭവാനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് ഭൂമി എത്രയും പെട്ടെന്ന് മരിക്കണം, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഭൂമി ഇല്ലാണ്ടാകണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ നമ്മുടെ ഭവാനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കമാലിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഭൂമിന്. അങ്ങനെ സത്യദാസിന്റെ ആ ഒരു സമയത്തുള്ള പെട്ടെന്നുള്ള ഇടപെടൽ ഉള്ളത് കൊണ്ട് ഭൂമിയുടെ ജീവൻ ഭൂമിക്ക് തിരിച്ചു കിട്ടി കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സീരിയൽ പ്രൊമോയിൽ വരുന്ന വിശേഷങ്ങൾ. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇനി ഉച്ചയ്ക്ക് 2:30 നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിന്റെ വിശേഷമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പൊ നമ്മുടെ വീഡിയോസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.